നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പ്രേക്ഷകർക്ക് ആസാദി ന്യൂസിന്റെ തിരുവോണാശംസകൾ. നേപ്പാൾ മിന്നൽ പ്രളയം, മരണം 46, കാണാതായത് ഇന്ത്യക്കാരടക്കം 400 പേരെ. സംഘടന വിപുലീകരിക്കാൻ CJP, വിവിധ സോണുകളാക്കാൻ ഒരുക്കം. നാടെങ്ങും ഓണാഘോഷം, ഓണത്തിന് മണ്ണു സദ്യ, റോഡിൽ പൂക്കളം. സമരം ശക്തമാക്കിയ റാങ്ക് ഹോൾഡേഴ്സ്. ട്രിപ്പ് കഴിഞ്ഞ് ബസ് അടിച്ചു മാറ്റി. പോകും വഴി ചെളിയിൽ കുടുങ്ങി ബസ് ഉപേക്ഷിച്ച് കള്ളന്മാർ കടന്നു. കണ്ണൂർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ മേഖല പിണറായി വിജയൻ സന്ദർശിച്ചു. പള്ളിക്കുള്ളിലെ പോലീസ് അതിക്രമം ആസൂത്രിതം, ന്യൂനപക്ഷ വേട്ടയ്ക്ക് കളമൊരുക്കുന്നു. 2.25 ലക്ഷം തൊഴിൽ നൽകിയ വിജ്ഞാന കേരളത്തിന് പൂട്ടിട്ടു. 1090 ജീവനക്കാരെ 31-ന് പിരിച്ചുവിട്ടു. ആദ്യമല്ല ആശാവർക്ക് ഓണത്തിന് മുമ്പ് ഓണറേറിയം 10 വർഷം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയം, മരണം 46, കാണാതായത് ഇന്ത്യക്കടക്കം 400 പേരെ. കനത്ത നാശം വിതച്ച നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 46 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 93 പേർക്ക് പരിക്കേറ്റതായും 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും നേപ്പാൾ അധികൃതർ അറിയിച്ചു. 100-ലധികം ഇന്ത്യക്കാരടക്കം 400-ഓളം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു മിന്നൽ പ്രളയം. ഗ്രാമങ്ങളും 100 കണക്കിന് ട്രക്കുകളും ഒലിച്ചുപോയ പ്രളയത്തിൽ നേപ്പാളിലെ 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾ തകരാറിലായിട്ടുണ്ട്. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ അധികൃതർക്ക് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. നേപ്പാളിൽ നിന്ന് നിരവധി നദികൾ ബീഹാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതിൽ മിന്നൽ പ്രളയമുണ്ടായ ഗഡക് നദിയും കോസി നദിയുമാണ് പ്രധാനം. ഈ നദികൾ ഹിമാലയത്തിലും ടിബറ്റിലും ഉത്ഭവിച്ച് ഇന്ത്യൻ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനിടെ അനുശോചനം രേഖപ്പെടുത്തി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നേപ്പാൾ ജനതയ്ക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുമെന്നും സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ സംഘങ്ങൾ ഒപ്പമുണ്ടെന്നും മോദി വ്യക്തമാക്കി. 105 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്നാണ് നേപ്പാൾ ടൂറിസം അധികൃതർ പുറത്തുവിട്ട കണക്ക്. ഇതിൽ മലയാളികളുണ്ടോ എന്നത് വ്യക്തമല്ല. നേപ്പാളിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 977 98 51 31 68 07, 977 97 09 10 75 00. 105 ഇന്ത്യക്കാരുൾപ്പെടെ 291 വിദേശികളെയാണ് ആകെ കാണാതായത്. പള്ളിക്കുള്ളിലെ പോലീസ് അതിക്രമം ആസൂത്രിതം, ന്യൂനപക്ഷ വേട്ടയ്ക്ക് കളമൊരുക്കുന്നു. മുസ്ലിം പള്ളിക്കകത്ത് കയറി പോലീസ് നടത്തിയ അതിക്രമം UDF സർക്കാർ മറച്ചുവെച്ച മതന്യൂനപക്ഷ വിരുദ്ധ മനസ്സ് പുറത്തു കൊണ്ടുവരുന്നതായി. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചും അവരെ പ്രീതിപ്പെടുത്താനും തിടുക്കം കാട്ടുന്ന VD സതീശനും കൂട്ടരും ന്യൂനപക്ഷങ്ങളോട് ഈ നിലപാട് സ്വീകരിക്കുന്നതിൽ അത്ഭുതമില്ല. വഖഫ് ബോർഡ് അംഗങ്ങളുടെ വിഷയത്തിൽ UDF സർക്കാരിന്റെ ന്യൂനപക്ഷ സ്നേഹത്തിലെ കാപ്പട്യം വെളിവായതാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കു നേരെ ആക്രമണത്തിന് പോലീസിനെ നിയോഗിക്കുന്ന സംഘപരിവാർ രീതിയും മടിയില്ലാതെ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. അതിന്റെ ശരിയായ പരീക്ഷണമാണ് കോഴിക്കോട് ജില്ലയിലെ കണ്ണൂക്കരയിൽ കണ്ടത്. കണ്ണൂക്കര മാടക്കര ജുമാ മസ്ജിദിൽ ബൂട്ടിട്ട് കയറുകയും ലാത്തി വീശുകയും ചെയ്ത വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിശ്വാസികൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയ ചോമ്പാല പോലീസാണ് പള്ളിക്കുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. നബിദിന പരിപാടിയെക്കുറിച്ച് ആലോചിക്കാൻ വിശ്വാസികൾ പള്ളിക്കകത്തിരിക്കുമ്പോഴാണ് ചോമ്പാല ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സായുധ പോലീസ് അതിക്രമിച്ചകത്തു കടന്നത്. പള്ളിക്കകത്തുണ്ടായിരുന്നവർ സംയമനം പാലിച്ചതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. പള്ളിക്കുള്ളിൽ കയറി ലാത്തി വീശുന്നത് ഒരു പരിഷ്കൃത മതനിരപക്ഷ സമൂഹത്തിന് അംഗീകരിക്കാനാവാത്തതാണെന്ന് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പള്ളിക്കുള്ളിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായ രീതിയിലും ചർച്ചകളിലൂടെയും പരിഹരിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നിലവിൽ BJP ഭരിക്കുന്ന പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പുരോഹിതരെ തുറുങ്കിലടക്കുകയും പള്ളികൾ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. വർഗീയ അജണ്ടയുടെ അതേ രീതിയാണ് VD സതീശൻ സർക്കാരിന്റെ പോലീസ് കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള എല്ലാ അനുമതിയിലും പോലീസിന് നൽകിയിരിക്കുകയാണ്. 2.25 ലക്ഷം തൊഴിൽ നൽകിയ വിജ്ഞാന കേരളത്തിനും പൂട്ടിയിട്ടും 1090 ജീവനക്കാരെ 31-ന് പിരിച്ചുവിടും.
ട്രിപ്പ് കഴിഞ്ഞ ബസ് അടിച്ചു മാറ്റി പോകും വഴി ചെളിയിൽ കുടുങ്ങി. ബസ് ഉപേക്ഷിച്ച് കള്ളന്മാർ കടന്നു. കൊയിലാണ്ടിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒരു ബസ് മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളന്മാരെ റോഡിലെ ചെളി ചതിച്ചു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ ചെളിയിൽ കുടുങ്ങിയതോടെ മോഷ്ടാക്കൾ ബസ് ഉപേക്ഷിച്ച് തടി തപ്പി. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തലായിനി പുത്തലക്കുന്ന് അഭിനവി 21-നെയാണ് അറസ്റ്റ് ചെയ്തത്. 2 പേർ കൂടി മോഷണക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. SI കിരൺ പറഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിലോടുന്ന സെനോ ബസ്സാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ട്രിപ്പ് അവസാനിപ്പിച്ച ശേഷം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ പേരാമ്പ്ര ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് ബസ് നിർത്തിയിട്ടത്. പുലർച്ചെ 2 മണിയോടെ ബസ് സ്റ്റാർട്ട് ആക്കി കൊണ്ടുപോയെന്നാണ് വിവരം. 3 യുവാക്കളാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ പോലീസ് കണ്ടെത്തി. കോഴിക്കോട് ഭാഗത്തേക്കാണ് ബസ് ആദ്യം കൊണ്ടുപോയത്. സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടത്ത് നിയന്ത്രണം വിട്ട ബസ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഡ്രൈവറുടെ സീറ്റിൽ നിന്നും യുവാവ് ഇറങ്ങുന്നത് CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. തുടർന്ന് മറ്റു 2 പേരും ഇറങ്ങി ബസ്സിന് ചുറ്റും നടക്കുന്ന ദൃശ്യവുമുണ്ട്. പിന്നാലെ ബസ് ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയുകയായിരുന്നു. തിങ്കളാഴ്ച കിട്ടിയ കളക്ഷൻ തുക നഷ്ടപ്പെട്ടതായി കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി വഫീൽ സലാഹുദ്ദീൻ പറഞ്ഞു. ഒടുവിൽ 2 ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് ചെളിയിൽ നിന്നും നീക്കിയത്. സംഘടന വിപുലീകരിക്കാൻ CJP വിവിധ സോണുകളാക്കാൻ ഒരുക്കം. സമൂഹ മാധ്യമത്തിലൂടെ രൂപീകരിച്ച കൊക്കോച്ചി ജനതാ പാർട്ടി CJP വിപുലീകരിക്കാൻ നീക്കമെന്ന് സ്ഥാപകർ. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് സോണുകളായാണ് വിപുലീകൃത സംഘടന. ജോയിന്റ് സെക്രട്ടറി, 2 ദേശീയ വക്താക്കൾ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പ്രതിഷേധിക്കുകയും യുവാക്കളെ ഏകോപിപ്പിക്കുകയും ചെയ്യാനാണ് നീക്കം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് കേന്ദ്രം അംഗീകരിച്ച നിബന്ധനകളൊന്നും ഇത്ര നാളായിട്ടും പാലിച്ചില്ല. ഇത് ചൂണ്ടിക്കാട്ടി വീണ്ടും സമരത്തിന് ഇറങ്ങുമെന്നും CJP അറിയിച്ചു. അതേസമയം പിണറായി വിജയനും MK സ്റ്റാലിനും അരവിന്ദ് കെജ്രിവാളും രാജ്യത്തെ മികച്ച മുഖ്യമന്ത്രിമാരെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദിപ്കെ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ മികച്ച ഭരണനിർവഹണം നടത്തിയ നേതാക്കളെക്കുറിച്ചായിരുന്നു ചോദ്യം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ പരിപാലന മേഖലയിലും മികച്ച മാതൃക തീർത്തെന്നും തമിഴ്നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ സ്കൂളുകളുടെ വികസനത്തിനും ആരോഗ്യ രംഗത്തും കെജ്രിവാൾ നല്ല പ്രവർത്തനം നടത്തിയെന്നും ദീപകെ പറഞ്ഞു. നാടെങ്ങും ഓണാഘോഷം. മലയാളികൾ ഓണം ആഘോഷിച്ചു. പൂക്കളമൊരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുമാണ് ഓണം ആഘോഷിക്കുന്നത്. വ്യത്യസ്ത വിഭവങ്ങൾ ഉള്ള ഓണസദ്യയും ഉണ്ട്. വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഓണാഘോഷ പരിപാടി വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. പൂക്കള മത്സരം, വിവിധ കലാകായിക മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് ടൂറിസം കേന്ദ്രങ്ങളിലും മാളുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പല സ്ഥലത്തും മഴ പെയ്തത് ആഘോഷത്തിൻ്റെ ശോഭ കെടുത്തി. DTPC ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നു. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഇറങ്ങി ഭരത് ഭവൻ അവതരിപ്പിക്കുന്ന ഇതര സംസ്ഥാന കലാവിരുന്ന്, ചാക്രി നൃത്തം, ചാരി നൃത്തം രാജസ്ഥാൻ, ബാൻഗ്ര പഞ്ചാബി, ഫോക്ക് ഡാൻസ് പഞ്ചാബ്, മയൂർ നൃത്തം, ചാർക്കുള ഡാൻസ് ഉത്തർപ്രദേശ്, കടകം കാവടി ഫോക്ക് ഡാൻസ്, തപ്പാട്ടം തമിഴ്നാട്, പുരുലിയ ഷോ പശ്ചിമ ബംഗാൾ എന്നിവ അരങ്ങേറി. രസേന്ദ്ര കോമഡി ആൻഡ് ബാൻഡ് മെഗാ ഷോയും അരങ്ങേറി. കണ്ണൂർ ദേശീയപാതയിൽ എളയാവൂർ മേഖലയിൽ മണ്ണിടിഞ്ഞ പ്രദേശം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. എളയാവൂർ സൗത്തിൽ ദേശീയപാത 66-ലാണ് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത്. പ്രതിപക്ഷ നേതാവും മറ്റ് പ്രവർത്തകരും ഇവിടെ സന്ദർശിച്ചു. ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിൽ മുകളിലായുള്ള മൺചട്ടിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു താണത്. പ്രദേശത്തെ സ്ഥിതിഗതികൾ പിണറായി വിജയൻ വിലയിരുത്തി. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണിരുന്നു. സംരക്ഷണ ഭിത്തിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടതും നിർദ്ദിഷ്ട സർവീസ് റോഡിൽ ഏകദേശം 100 മീറ്ററോളം നീളത്തിൽ വിള്ളൽ വീണതും പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് ഭിത്തിക്കും നിർദ്ദിഷ്ട സർവീസ് റോഡിന് മുകളിൽ നിർമ്മിച്ച ഗോപിയർ ഭിത്തിയും താഴ്ന്ന നിലയിലാണ്. കുന്നിടിച്ച് റോഡ് നിർമ്മിച്ചതിനാൽ ദേശീയപാത ഇവിടെ ഏകദേശം 16 അടി താഴ്ചയിലാണ് കടന്ന് പോകുന്നത്. സർവീസ് റോഡിനായി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. റോഡിന് ഇരുവശങ്ങളുമായി 20ഓളം വീടുകളും സ്ഥാപനങ്ങളുമുണ്ട്. തുടർച്ചയായി മണ്ണിടുന്നത് വീടുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ആശങ്കയിലാണ് പ്രദേശവാസികൾ. സമീപത്തെ പ്രദേശവാസികളുമായി പിണറായി വിജയൻ സംസാരിച്ചു.
സ്വകാര്യ മേഖലയിൽ തൊഴിൽ നേടാനും പരിശീലനത്തിന് യുവാക്കളെ സജ്ജരാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിക്ക് താഴിട്ട് UDF സർക്കാർ. കേരള ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ പദ്ധതിയിലെ 1090 കുടുംബശ്രീ ജീവനക്കാരെയാണ് 31 മുൻപ് പിരിച്ചുവിടാൻ സർക്കാർ ഉത്തരവിട്ടത്. KDISC മെമ്പർ സെക്രട്ടറി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇതു സംബന്ധിച്ച് കത്ത് നൽകി. ജില്ലാ കോർഡിനേറ്റർമാർക്കും കത്ത് കൈമാറി. മേളകൾ സംഘടിപ്പിക്കൽ, തൊഴിലന്വേഷകരെ ഏകോപിപ്പിക്കൽ, ജോബ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം എന്നിവയായിരുന്നു ജീവനക്കാരുടെ ചുമതല. പ്രാദേശിക തലത്തിൽ തൊഴിൽ രഹിതരെയും ദാതാക്കളെയും കണ്ടെത്തി പരിശീലനം നൽകിയിരുന്നു. ഇതിനായി കുടുംബശ്രീ സംസ്ഥാന തലത്തിൽ 5 ടീമിനെ ജില്ലാ പ്രോഗ്രാം മാനേജറും തദ്ദേശ സ്ഥാപനങ്ങളിൽ 1071 കമ്മ്യൂണിറ്റി അംബാസഡർമാരെയും നിയമിച്ചിരുന്നു. ഇവരെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ച് ഫണ്ട് വിനിയോഗ സർട്ടിഫിക്കറ്റും അന്തിമ റിപ്പോർട്ടും 31 മുമ്പ് നൽകാനാണ് ഉത്തരവ്. ജില്ലാ പ്രോഗ്രാം മാനേജർക്കും കമ്മ്യൂണിറ്റി അംബാസഡർമാർക്കും ഇപ്പോൾ ശമ്പളം കുടിശ്ശികയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച പദ്ധതി വിജയമായതോടെയാണ് 2025 ഏപ്രിൽ സംസ്ഥാന വ്യാപകമായത്. 2026-27 വർഷത്തോടെ 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുകയായിരുന്നു ലക്ഷ്യം. ജൂൺ 11-ന് 2,66,558 പേർക്ക് വിജ്ഞാന കേരളം മുഖാന്തരം ജോലി ലഭിച്ചു. പ്രാദേശിക തൊഴിൽമേളകളിലൂടെ മാത്രം 77,450 പേർക്കാണ് ജോലി ലഭിച്ചത്. ബജറ്റ് വിഹിതവും വെട്ടി LDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ 40 കോടിയാണ് ഇതിനായി വകയിരുത്തിയത്. UDF സർക്കാർ ഇത് 23 കോടിയായി വെട്ടിച്ചുരുക്കി. കൂടാതെ ഡെപ്യൂട്ടേഷനിലും കരാർ അടിസ്ഥാനത്തിലും പദ്ധതിയുടെ സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്ത ജീവനക്കാരെയും പിരിച്ചുവിട്ടു. സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് നിയമനം സുതാര്യം സൗജന്യമാക്കിയ സർക്കാർ പദ്ധതി തകർത്തത് സ്വകാര്യ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ സഹായിക്കാനാണെന്ന് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. ആദ്യമല്ല, ആശാമാർക്ക് ഓണത്തിന് മുമ്പ് ഓണറേറിയം 10 വർഷവും നൽകി. ചരിത്രത്തിലാദ്യമായാണ് ഓണത്തിന് മുമ്പ് ഓണറേറിയം ഉത്സവത്തെയും ആശാമാരുടെ അക്കൗണ്ടിലെത്തുന്നതെന്ന സർക്കാർ അവകാശവാദം കള്ളം. കഴിഞ്ഞ 10 വർഷവും LDF സർക്കാർ ഈ കാര്യത്തിൽ കൃത്യത പാലിച്ചു. ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിച്ചതും ഉത്സവ പത്ത് അനുവദിച്ചതും LDF സർക്കാരുകളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വേതനം വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അലവൻസുകൾ അനുവദിക്കുന്നതിലും പിശുകു കാട്ടി. ബാക്കി ജോലി ചെയ്യാമെന്ന് എഴുതി വാങ്ങിയാണ് ഇത്തവണ ഓണറേറിയം മുൻകൂർ അനുവദിക്കുന്നത്. ആശാമാരടക്കമുള്ള മുൻനിര ആരോഗ്യ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഓണറേറിയം മറ്റ് ആനുകൂല്യങ്ങളും യഥാസമയം അനുവദിക്കുന്നതില്ല ഇതിലെ തടസ്സം പരിഹരിക്കാൻ സർക്കാർ പ്രഥമ പരിഗണന നൽകിയതെന്നും വസ്തുതാവിരുദ്ധം അധികാരത്തിൽ വന്നാൽ ആശാമാരുടെ പ്രതിമാസ വേതനം 21,000 രൂപയാക്കുമെന്നുമായിരുന്നു UDF വാഗ്ദാനം. അത് നടപ്പാക്കിയില്ല. പയ്യന്നൂരിൽ കാറിടിച്ചു വിദ്യാർത്ഥി മരിച്ചു, ഒരാൾക്ക് പരിക്ക്. പെരുമ്പയിൽ അമിത വേഗത്തിലെത്തിയ കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 2 വിദ്യാർത്ഥികളെ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. മയ്യിൽ നിരത്തുപാലം സ്വദേശിയായ ഷാഹിദ് 21 മരിച്ചത്. നിരുവട്ടൂർ സ്വദേശി ഷിബിൽ 21 ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇരുവരും കൊല്ലത്തെ വാദിസിയ കോളേജിലെ വിദ്യാർത്ഥികളാണ്. നബിദിന അവധിയോടനുബന്ധിച്ച് കൊല്ലത്ത് നിന്ന് യാത്ര തിരിച്ച ഇവർ രാത്രി 1:30 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായാണ് വിവരം. തുടർന്ന് അവിടെ നിന്നും മറ്റൊരു കാറിൽ പയ്യന്നൂർ ടൗണിൽ ഇറങ്ങി റോഡ് സൈഡിലൂടെ പെരുമ്പ ഭാഗത്ത് നടക്കുന്നതിനിടെ പെരുമ്പ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു കൊണ്ടുപോകുന്നതിനിടെ പയ്യന്നൂർ ടൗൺ ഭാഗത്തു നിന്നും എത്തിയ ചുവന്ന സ്വിഫ്റ്റ് കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും ആദ്യം സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഷഹീദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിനു ശേഷം നിർത്താതെ പോയ കാർ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച ഷാഹിദ് മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെയും സക്കീനയുടെയും മകനാണ്. സഹോദരി ഫാത്തിമ. SSF നിരത്തുപാലം യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് ഷാഹിദ്. ഹൃദയപൂർവ്വം സ്നേഹം വിളമ്പി DYFI. തിരുവോണ ദിനത്തിൽ ആശുപത്രികളിൽ ഹൃദയപൂർവ്വം സദ്യ വിളമ്പി DYFI. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലകളിലെ വിവിധ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പായസം ഉൾപ്പെടെ വിളമ്പിയാണ് DYFI പ്രവർത്തകർ ഓണം ആഘോഷിച്ചത്. മറ്റിടങ്ങളിൽ മുടക്കമില്ലാതെ പൊതിച്ചോറും എത്തിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പായസം ഉൾപ്പെടെ സദ്യ വിളമ്പി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരുക്കിയ ഓണസദ്യ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വിളമ്പി ഉദ്ഘാടനം ചെയ്തു. DYFI മണ്ണണ്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സദ്യ ഒരുക്കിയത്. DYFI പാരിപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം മെഡിക്കൽ കോളേജിൽ തിരുവോണ സദ്യ വിളമ്പി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുനിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
നൽകിയ സ്നേഹസദ്യ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം CR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. പിന്നണി ഗായകൻ സൂരജ് സന്തോഷാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദയപൂർവ്വം പൊതുച്ചോർ വിതരണം ഉദ്ഘാടനം ചെയ്തത്. ഓണത്തിന് മണ്ണു സദ്യ, റോഡിൽ പൂക്കളം, സമരം ശക്തമാക്കി റാങ്ക് ഹോൾഡേഴ്സ്. ഓണനാളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക മണ്ണു സദ്യ വിളമ്പി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം. PSC നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് LDC റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഓണത്തിന് മണ്ണ് നിന്ന് പ്രതിഷേധിച്ചത്. സദ്യവട്ടങ്ങളോ ഒന്നുമില്ലാതെ ഓണനാളുകളിലും വീട്ടിലേക്ക് മടങ്ങാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും സമരം തുടരുകയാണ്. സമരം 52ാം ദിവസത്തേക്ക് കടന്നതോടെ തിരുവോണ ദിനത്തിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി റാങ്ക് ഹോൾഡേഴ്സ് റോഡിൽ പൂക്കളം ഒരുക്കി. LP വിഭാഗത്തിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 കുറയ്ക്കുക, HTV പോസ്റ്റുകൾ PSCക്ക് വിടുക, റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. ഇവ പരിശോധിക്കുന്നതിന് 45 ദിവസത്തെ സമയം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് ചർച്ചയിൽ ലഭിച്ചതോടെയാണ് സമാധാന സമരം ഉദ്യോഗാർത്ഥികൾ തുടരുന്നത്. 37 ദിവസം സമരവും 13 ദിവസം നിരാഹാര സമരവും നടത്തിയ ശേഷമാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. സെപ്റ്റംബർ 24-നകം സർക്കാർ നിലപാട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കേണ്ടതുണ്ട്. ഓണത്തിൻ്റെ സന്തോഷ ദിനങ്ങളിലും കുടുംബത്തോടൊപ്പം ചേരാതെ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നതെന്നും സർക്കാർ കൈവിട്ടാൽ സെപ്റ്റംബർ 25 മുതൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും ഓൾ കേരള LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സമര സമിതി സെക്രട്ടറി വളർമതി അറിയിച്ചു. കോഴി ഫാമിൽ നിന്ന് പരിക്കേറ്റു ഷോക്കേറ്റ് നിലയിൽ മലപ്പുറത്ത് സഹോദരങ്ങൾക്ക് ദാരുണ അന്ത്യം. മലപ്പുറം വെട്ടത്തൂരിൽ കോഴി ഫാമിൽ നിന്ന് വൈദ്യുത ആഘാതമേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണ അന്ത്യം. വെട്ടത്തൂർ എഴുതല്ല സ്വദേശികളായ പടിക്കത്തൻ ഹംസയുടെ മക്കളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. കീഴാറ്റൂർ നിരന്തപറമ്പിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമിൽ വെച്ച് ബുധനാഴ്ച രാവിലെ 11ഓടെയായിരുന്നു അപകടം. കണ്ണൂർ വയനാട് പാതയിലെ പാൽച്ചുരം നിയന്ത്രണ വിധമായി തുറന്നു. ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിൽ തുടർന്ന് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പാൽച്ചുരം റോഡ് നിയന്ത്രണ വിധേയമായി തുറന്നു. ശക്തമായ പോലീസ് നിരീക്ഷണത്തോടെയാണ് പാൽച്ചുരം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.